ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്കും വിശ്വാസവഞ്ചനയ്ക്കുമെതിരെ KPCCയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയകാര്യ സമിതി അംഗം കെ മുരളീധരൻ നയിക്കുന്ന വിശ്വാസ സംരക്ഷണ ജാഥയ്ക്ക് ഇരട്ടിയിൽ സ്വീകരണം നൽകി. സ്വീകരണ പരിപാടി KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. അതുപോലെ രാഷ്ട്രീയ നേതാക്കന്മാർ, ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും ചേർന്നാണ് ഈ സ്വർണം കൊള്ളയടിച്ചത്. ഇന്ന് കേസുകൾ ഒന്നൊന്നായിട്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം വരികയാണ്. കേരളത്തിലെ സർക്കാരിന് മൗനമാണ്. അവർക്ക് ശബരിമലയിൽ വിശ്വാസമില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതാണ്, ആചാര അനുഷ്ഠാനങ്ങളിൽ വിശ്വാസമില്ല. സാധാരണ നിരവധിയായ മോഷണ കേസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ബാങ്കിലെ സ്വർണം കത്തുന്നു, വീടുകളിൽ നിന്ന് സ്വർണം കട്ടെടുക്കുന്നു, ജ്വല്ലറികളിൽ നിന്ന് സ്വർണം മോഷ്ടിക്കപ്പെടുന്നു. പക്ഷേ ഇത്രയേറെ ഈശ്വര സന്നിധിയിൽ നിന്ന്, ക്ഷേത്രത്തിൽ നിന്ന്, ശബരിമല സന്നിധാനത്തിന്റെ ഭൂദേവിൽ നിന്ന്, ഭാരമാർഗ ശില്പത്തിന്റെ ഭാഗത്തിൽ നിന്ന് എല്ലാം കോടിക്കണക്കിന് രൂപ വിലയുള്ള സ്വർണമാണ് ഈ കള്ളന്മാരെ അടിച്ചു മാറ്റിയത്. അതിനെ കണക്കെടുക്കണം, നഷ്ടപ്പെട്ട സ്വർണം തിരികെ പിടിക്കണം. ശബരിമലയുടെ പവിത്രതയും വിശ്വാസവും സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. ടി സിദ്ദിഖ് MLA, സജി ജോസഫ് MLA തുടങ്ങിയ പ്രമുഖ UDF നേതാക്കൾ സംസാരിച്ചു. പക്ഷേ ശബരിമലയിൽ ഒരു മറ്റൊരു പ്രത്യേകതയുള്ളത്, 10 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ള യുവതികൾക്ക് പ്രവേശനമില്ല. ഇത് സ്ത്രീ പ്രവേശനമല്ല, പ്രായപ്പെട്ട യുവതി പ്രവേശനമാണ്. അങ്ങനെ അവിടെ നൈഷ്ഠിക ബ്രഹ്മചര്യമാണ് പ്രതിഷ്ഠ. അവർ നൈഷ്ഠിക ബ്രഹ്മചാരികളെ യുവതികൾ സന്ദർശിക്കാൻ പാടില്ലാണ്. അതുകൊണ്ടാണ് ശബരിമലയിൽ ഇതിനുള്ള നിയമങ്ങൾ. ആ നിയമത്തിനെ ലംഘിക്കുന്ന ഒരു സത്യവാങ്മൂലം ആദ്യം അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്തുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാർ നമ്മൾ തിരുത്തി. ഉമ്മൻചാണ്ടി സർക്കാർ പറഞ്ഞു, ഇത് വിശ്വാസത്തിന്റെ ഭാഗമാണ്, യുവതി പ്രവേശനം ആവശ്യമില്ല എന്നാണ് യുവതി സർക്കാരിന്റെ നിലപാട്. പിണറായി വന്ന് വീണ്ടും തിരിച്ചു. അച്യുതാനന്ദന്റെ പഴയ എപ്പോഴേക്ക് തിരിച്ചു. ഏതായാലും വിധി വന്നു, യുവതി പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള വിധി. ഞാൻ ഇന്ന് ഓർക്കുന്നത്, ആ വിധി വരുമ്പോൾ KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി യോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കൂടുമ്പോഴാണെങ്കിൽ വിധി വന്നല്ലോ. ഞങ്ങൾ ചർച്ച ചെയ്തു, 7 മണിക്കൂർ വിഷയം ചർച്ച ചെയ്തു. അവസാനം അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ്, മതേതര പാർട്ടിയാണ്. എന്നാൽ പാർട്ടി വിശ്വാസമുള്ളവരാണ്. അതുകൊണ്ട് ഈ ഒരു വിഷയം വന്നപ്പോൾ വളരെ മണിക്കൂറിൽ നീണ്ടു നിന്ന ചർച്ചയ്ക്കൊടുവിലാണ് നിങ്ങൾ ഈ വിശ്വാസികളോടൊപ്പം നിൽക്കാൻ തീരുമാനിക്കുകയും അതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് 5 മേഖലാ ജാഥകൾ നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ A Channel. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.